ഹായ് ഗൈസ്, ഇപ്പോൾ സമയം 5:52. ഇന്ന് നമുക്കൊരു ഓട്ടം ഉണ്ട്. ഓട്ടത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ. ഇപ്പോൾ സമയം 6 മണിയായിട്ടും ഫുൾ ഇരുട്ടാണ്. വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടമുള്ള വീട്ടിലേക്കാട്ടോ. ഇന്ന് നമ്മൾ ഓട്ടം ഉള്ളത് വണ്ടൂർക്കാണ്. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലെത്തി. നമ്മളിന്ന് ഓട്ടം പോകണത് നമ്മൾ പോകാറുള്ള യാരിസ് ആയിട്ടാണ് നമ്മൾ ഓട്ടം പോണത്. 8:30 ആയപ്പോൾ തന്നെ നമ്മൾ വണ്ടൂർ എത്തിയിട്ടോ. ഇന്ന് വണ്ടൂർ നമ്മൾ വന്നിട്ടുള്ളത് ഒരു മാരേജ് ഫംഗ്ഷൻ കൂടാനാണ്. അതിൻ്റെ ഓട്ടമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു പറമ്പിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്ലാവും മാവും തെങ്ങും ഒക്കെ ഉള്ള ഒരു പറമ്പിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ആയതുകൊണ്ട് 2-3 കാർ എത്തിയിട്ടുള്ളൂ. ഇനിയും കുറേ കാറുകൾ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വിളിച്ചു നമ്മളെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ ഇഡ്ഡലിയും വടയാണ് ചായ കുടിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളിപ്പോൾ പാർക്കിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരേ കാറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ വേറൊരു പണിയില്ലാത്ത കാരണം നമ്മളിങ്ങനെ കാറിലിരിക്കുകയാണ്. സമയം 11:30 ആയപ്പോൾ തന്നെ നമ്മുടെ കാറിൻ്റെ ഓണർ വിളിച്ചു, വരൂ വിഷ്ണു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മനയിലേക്ക്. ബ്രാഹ്മിൺസിൻ്റെ സദ്യയിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്, ആദ്യം ചോറാണ് വിളമ്പുക. ചോറ് വിളമ്പിയിട്ടാണ് ബാക്കിയുള്ള കറികളും എല്ലാതും വിളമ്പുക. മറ്റുള്ള സദ്യകളിലൊക്കെ കറികളൊക്കെ ആദ്യം വിളമ്പിയിട്ടാണ് അവസാനം ചോറ് പിന്നെ സാമ്പാർ വെച്ചിട്ടാണ് നമ്മൾ കഴിച്ചു തുടങ്ങുക. അങ്ങനെ എല്ലാ കൂട്ടങ്ങളും വന്നു. ഇനി പപ്പടം മാത്രമേ വരാനുള്ളൂ. പപ്പടം വന്നിട്ട് ഒരു പിടി പിടിക്കാൻ അങ്ങനെ കാത്തിരിക്കുകയാണ് ഞാൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ മന നോക്കി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ 16 കെട്ടുള്ള ഒരു മനയാണിത്. ഇത് കുറേ സിനിമകളിൽ ഷൂട്ടിംഗ് സ്പോട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സർഗം സിനിമയിലൊക്കെ ഉള്ള സിനിമ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത് കേട്ടോ. ഭക്ഷണം കഴിച്ച് അങ്ങനെ ഞാൻ പാർക്കിങ്ങിലെത്തി. എല്ലാ വണ്ടികളും നല്ല വെയിലത്താണ് കിടക്കുന്നത്. നമ്മുടെ കാറ് കറക്റ്റ് തണലത്താണ് കിടക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ 12:41 ആയപ്പോൾ തന്നെ അവർ വിളിച്ചു നമുക്ക് ഗുരുവായൂർക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വണ്ടി എടുത്ത് പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി. അവരെ പിക്ക് ചെയ്തിട്ട് നേരെ വിട്ടത് ഗുരുവായൂർക്കാണ് കേട്ടോ. 3:15 തന്നെ നമ്മൾ ഗുരുവായൂരെത്തി. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ വണ്ടി കയറ്റിയിട്ടിട്ട് എൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് ഇപ്പോൾ നേരെ ഞാൻ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു ഗൈസ്. അപ്പം ഇനി അടുത്തൊരോട്ടത്തിൽ കൂടെ കാണാം.